ഈ ഊട്ടിപ്പഴം എന്ന വൃക്ഷം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബക്കാറിയ കോർട്ടാലെൻസിസ് എന്നാണ്. സാധാരണ പഴയ കാലങ്ങളിൽ പശ്ചിമഘട്ടത്തിലെ വനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വൃക്ഷമാണിത്. അന്ന് പഴയ കാലങ്ങളിലൊക്കെ ഇത് വനത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ കായകൾ കൊണ്ടുവന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഈ ആൾക്കാർ ഇതിൻ്റെ തൈകൾ നാട്ടിൽ കൊണ്ട് നടുകയും ഇപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്രാഫ്റ്റ് തൈകൾ നമ്മൾ വാങ്ങാനുള്ള നേരത്ത് ഇവർ പറയുന്നത് 3 വർഷം 4 വർഷം കൊണ്ട് കായ്ക്കും എന്നാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 8 വർഷമെങ്കിലും ഈ വൃക്ഷത്തിന് വേണം ഈ കായ്ഫലം ഉണ്ടാകാൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഇലകൾ ഇങ്ങനെയാണ് നിറയെ ഉണ്ടാകും. നല്ല പച്ചപ്പാർന്നുള്ള ഇലകളാണ് ഈ വൃക്ഷത്തിനുള്ളത്. ഇങ്ങനെ കുട പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ചില്ലകളുള്ള ഒരു വൃക്ഷമാണിത്. ഇതിൻ്റെ തടിക്ക് വേറെ ഉപയോഗങ്ങളൊന്നുമില്ല, വിറകിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മൂട്ടിപ്പഴം എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ മൂട്ടിൽ ആണ് ഇത് കൂടുതൽ പഴങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ തടികൾ തോറും ഇങ്ങനെ പഴങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഈ മൂട്ടിപ്പഴത്തിൻ്റെ ഘടന. ഇതാണ് ഇതിൻ്റെ പൂവ്. ഇങ്ങനെ പൂവ് ഉണ്ടായതിന് ശേഷമാണ് ഇതിൻ്റെ ഈ ചെറിയൊരു നമ്മുടെ ഒരു നാമ്പ് പോലെ ഉണ്ടാകുകയും അതിൽ ഇങ്ങനെ പഴങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ ഈ കാണുന്നതാണ് പഴങ്ങൾ. നല്ല പഴുക്കുമ്പോൾ നല്ല റെഡ് കളർ ഉണ്ടാകും ഈ മൂട്ടിപ്പഴത്തിന്. ഇപ്പോൾ ഞാൻ ഈ എടുത്ത ഈ പഴം ഇത് പാകമായിട്ടില്ല. ഇതിപ്പം ഇനി പഴുക്കണം. ഇത് ഒരു ചെറിയ പുളിപ്പാണ്. ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരവും പുളിപ്പും കലർന്നിട്ടുള്ള ഒരു പഴമാണ് ഈ മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ റംബൂട്ടാനൊക്കെ പോലെ ഉള്ള ഒരു പൾപ്പാണ് ഇതിനകത്തുള്ളത്. വെളുത്ത പൾപ്പാണ് ഈ മൂട്ടിപ്പഴത്തിനകത്തുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് മൂട്ടിപ്പഴത്തിൻ്റെ പഴങ്ങൾ. സാധാരണ ജനുവരി ഡിസംബർ മാസങ്ങളിലാണ് ഇത് പൂവിടുന്നത്. സഖ്യപർവ്വത്തിലെ വനങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ഈ വൃക്ഷങ്ങൾ ധാരാളമുണ്ട്. ഈ വൃക്ഷം അങ്ങനെ വളരെ സുലഭമല്ലാത്തതിനാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ വീണ്ടും പുതിയ പഴങ്ങളും വൃക്ഷങ്ങളും ഔഷധസസ്യങ്ങളുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ. ഫോളോ ചെയ്യുക.